അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒച്ച അടച്ചിരിക്കുകയാണ്, അതാണ് ഇങ്ങനെ പതുക്കെ സംസാരിക്കുന്നത്. സൗണ്ട് ഇല്ല, എല്ലാം പോച്ച്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒപ്പം നമ്മുടെ കരിമങ്ങല്യം പിടിച്ച കരിമീനിനെ എങ്ങനെ വെളുപ്പിച്ചെടുക്കാമെന്നതിനെ കുറിച്ചുള്ള സൂപ്പർ വീഡിയോ ആണ്. കിളക്കാൻ പോയേച്ച് വന്ന് വെള്ളം കുടിക്കുക മിടത്താ പന്ന അത്രമാത്രം ഓട്ടം ഓടിയിട്ട് വരുക കണ്ട. ആ ഒരു കപ്പ് വെള്ളവും കുടിച്ച് പൊന്നെ മതിയോ ഒഴിക്കോ. അതിനപ്പം വന്ന് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അതാ രാവിലെ അവർ പപ്പായും മക്കളും കൂടെ. ഇത് കായൽ മീനാന്നോ മോനെ? അതെ, പ്രാച്ചിയൊക്കെ ഉണ്ട്. പ്രാച്ചിയുണ്ട്. അതെന്തോ ഇതാണ് അമ്മൂറ്. അല്ല നമ്മുടെ ഇത്തരമാണോ? ശരി, എല്ലാം ഉണ്ട്. പ്രാച്ചിയുണ്ട്. അപ്പൊ നമ്മുടെ കാരി മാന്തലിന്റെ മണൽപൂന്തി ഊള ഉണ്ടല്ലോടാ, ഊള, കൂരി, തേടുകൂരി, വറ്റ. ഇതൊക്കെ കടലിൽ നിന്ന് വേലിയേറ്റ സമയത്തൊക്കെ കയറുന്നേ കായലും കടലും വന്ന. അല്ലല്ലല്ല തോളി. പിന്നെ അയ്യോ നേരെ ഇത് വല്യാപ്പച്ച പീര പറ്റിക്കാൻ ഇതിന്റെ ചെറുത് കായലുമീൻ കൊണ്ടുവരും. മുള്ളുണ്ട് മോനെ. നമ്മുടെ കണമ്പിന്റെ വേറൊരു ഇതാ, കണമ്പല്ലത്, ഇത് പ്രാച്ചിയ. അതുകൊണ്ടത് ബാക്കിയൊക്കെ കരിമീൻ. ആ ഉണ്ട് കരിയുണ്ട്. എന്റെ കുഞ്ഞിനെ ചവിട്ടുന്നോടാ. ഇതൊക്കെ സുലുക്കുട്ടൻ കാരി കൂട്ടിയില്ല, അത് പറയാൻ സങ്കടമായിരുന്നു. മേടിക്കാടാ നമുക്ക് സൈസ് കാരി. ഇതില് എന്തുമാത്രം പപ്പ ഇതിന്റെ ഇടയ്ക്ക്. അല്ല, അന്നേരം വേറെ മീൻ മേടിച്ചോണ്ട. ഓ ഹിയോ വാ പപ്പ ഇങ്ങോട്ട് വന്ന് എന്റെ പൊന്ന. അതൊക്കെ പ്രാച്ചിയാ. എന്തേ പ്രാച്ചി എന്നിട്ട് ചെമ്പല്ലി എന്തുണ്ട്, എന്തുവാ മറ്റേ അതിനകത്ത് വേറെയും കരിമീനാണോ? ഇത് നമ്മുടെ ചെമ്പല്ലിയുടെ കുഞ്ഞ്. ചെമ്പല്ലി കുഞ്ഞ്. ഇങ്ങോട്ട് തിരിച്ച്, അതായത് നമ്മുടെ സിലോപ്പിയ അല്ലേ? ഓ ചെമ്പല്ലി വേറെ, നമ്മള് ചെമ്പല്ലി എന്ന് പറയുന്ന കല്ലേമുട്ടി. മോനെ അമ്മ കണ്ട് ചെമ്പല്ലി. ആ കണ്ട് ഇനി മറ്റേതെടുക്കും കുഞ്ഞാപ്പി. ഇതൊക്കെ മീൻ കണ്ടോ? ഇതൊക്കെ പഠിക്കണം, മീനിന്റെ പേരൊക്കെ കേട്ടോ, ഇല്ലെങ്കിൽ പറ്റത്തില്ലോ. അടുത്തത് കണ്ട് അഴുകുവാ പപ്പാച്ചി, കണ്ടോ? ആ അവൻ ഒരു അയ്യടാ, അടിപൊളി. അതെന്താ മണ്ടന. ഒയ്യോ പേടിച്ചു പോയടാ എന്റെ കുഞ്ഞ്. അത് ഒരു കൈപ്പത്തിക്കകത്തുണ്ട്. പത്തിയേക്കാളും വലുതാ. പപ്പ മിക്കപ്പോഴും കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ മേടിക്കത്തില്ലേ? അതും അതുപോലെ വെയിറ്റ്. മോനി പൊന്നരി പൊന്നു തൊടല്ലേ, എന്റെ പൊന്നു തൊടല്ലേ. അതെ, അവർക്ക് വലുത് മാത്രം നമുക്ക് തന്നാ പറ്റുമോ? അവർക്കെല്ലാം മിക്കണ്ടേ? അത് സൈസാ എന്റെ പൊന്നെ. നിങ്ങൾക്ക് കൊണ്ടുവരാൻ ഈ ടൈപ്പിലെ പപ്പ പോയി. ഓ കരിമീൻ ഇങ്ങോട്ട് നോക്കിക്കേ. ആ ഇങ്ങനെ കിടക്കാതെ അങ്ങോട്ട് നൂറുന്നിരുന്നേ. എന്റെ പൊന്ന് ഇങ്ങോട്ട് നോക്കിക്കേ എന്റെ പൊന്ന്. കരിമീന്. ഓ അതല്ലേ ലേലം പിടിച്ചാണോ ഇത്? ലേലം പിടിച്ചാണോ? ആ അത് കൊള്ളാടാ. 800 രൂപ. കൈ തൊടരുത്. ഇതാ ലാഭം. ഇത് 800-ഉം ഇത് 1000-ഉം. പക്ഷെ അല്ല, അത് ഈ കരിമീൻ ഇത് ചെറുതാണെന്നേ ഉള്ളൂ. ഇഷ്ടംപോലെ പ്രാച്ചിയും. ഇനി കക്കറച്ചി ഉണ്ട്. കക്കറച്ചി തന്നെ ഈ ബേസില്ലാത്തൊക്കെ. ഫോട്ടോ എടുക്കാൻ ഇങ്ങോട്ട് മാറണം. എൻ്റെ പൊന്നുമോൻ്റെ സന്തോഷം കണ്ടോ? അല്ലാ എൻ്റെ പൊന്നിൻ്റെ ഇവൻ്റെ സന്തോഷം കണ്ടോ? 2 കൈയും കൊട്ടുമായിട്ട്. എൻ്റെ പൊന്നെ, നിന്റെ അത്രയുള്ളപ്പോൾ ആച്ചി വിളിക്കുന്നോ? നിന്റെ അത്രയുള്ളപ്പോൾ നിന്റെ പപ്പാച്ചി ഉണ്ടല്ലോ, പല വീശാൻ പോകുന്നിടത്തും മീൻ പിടിക്കാൻ പോകുന്നിടത്തും വലിയ എന്താ പറയുന്നത്, നമ്മുടെ ടോർച്ചും പിടിച്ച് എമർജൻസി ഇല്ലയോടാ, എമർജൻസി പിടിച്ചു കൊടുക്കുന്നത് ഇവനാ. പല വീശുന്നിടത്ത് പ്രാഞ്ചി നടക്കാൻ പഠിച്ച പ്രായം മുതൽ മീനിൻ്റെ അത്തോട്ടായിരുന്നു ഇറങ്ങിയത്. അതുകൊണ്ട് എന്താ ഊപ്പച്ചാത്തനായിട്ടാണല്ലോ വളർന്നത്. ഊപ്പച്ചാത്തൻ ഉണ്ട്. വീട്ടിൽ നമുക്ക് വലയും കൂടെ കൂടില്ലടാ, കൂട്
പിന്നെ അല്ലാത്ത പല ഈ മീൻ പിടിക്കുന്ന പല സംഭവങ്ങളുണ്ട്. നമ്മുടെ പുഞ്ചേന്ന് മീൻ പിടിക്കും, ആറ്റിൽ നിന്ന്. ഇവനന്ന് കുഞ്ഞാ, 2 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ എമർജൻസിയും കൊണ്ട് സഞ്ചിയൊക്കെ കയ്യിൽ പിടിച്ച് നമ്മുടെ പുരയിടത്തിൽ തന്നെ നിന്ന് എളുപ്പം വീശിയെടുക്കാം. തോടും പുഞ്ചയൊക്കെ അല്ലേ. ഇതെല്ലാം വാങ്ങിച്ചു വന്ന തൊട്ട് പുറകിന് കണ്ട അവൻ പോയി കൊഞ്ചും വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്തായാലും പൊളിച്ച് കൊണ്ടുവന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇനി ഇതൊന്ന് ഇതിൻ്റെ ഞരമ്പൊക്കെ കീറി കളഞ്ഞെടുത്താൽ മതിയല്ലോ. ഉണ്ടോ? നല്ല ഫ്രഷ് കൊഞ്ച് കണ്ട. പഠിച്ചവനെ ഇത്രയും ജോലിയുടെ ഇടയ്ക്ക് ഞാനും ഉമ്മയും എന്ത് ചെയ്തേനെ. അള്ളാഹ് കാത്ത എൻ്റെ മോന് എന്തായാലും അതെല്ലാം വൃത്തിയാക്കിച്ചാ കൊണ്ടുവന്നത് കേട്ടോ. ഉമേ വാട്സപ്പ് കോള് വന്ന് കൊച്ചാപ്പായ വിളിച്ചു. കുഞ്ഞപ്പ ഇതെന്ത് വഴി കുഞ്ഞപ്പ? കക്കറച്ചി വേണോ, കൊഞ്ച് വേണോ, കരിമീൻ വേണോ, എന്ത് വേണോ ഇതിനക്ക്? എടി കരിമീൻ മതി നടക്കലോ. കൊഞ്ച് വേണ്ടേടി എൻ്റെ പൊന്നിന്. ഇത് വേണോ? ഇത് വേണോടി? അയ്യടാ. ഇന്ന് ഞങ്ങൾക്ക് ഒത്തിരി പണിയുള്ളത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്നൊരു പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. ഇവിടെ ചിലവാകുമോ എന്നറിയില്ല. ഇന്ന് എല്ലാവരെ കൊണ്ടും ഇത് തീറ്റിക്കും, അല്ലാതെ പറ്റത്തില്ലല്ലോ അല്ലയോമ്മേ. ഞങ്ങൾ ഈ ഒരു ക്യാരറ്റിനായി കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ സുരുക്കുട്ടനും റുക്കും കൂടെ പച്ചക്കറി വാങ്ങിക്കാൻ പോയിട്ട് കുറേ താമസിച്ചു. ഇവിടെ സമയം കുറേ അങ്ങ് പോയി. അപ്പുറത്ത് അപ്പൊ കനപെരളി മേള ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓരോന്നോരോന്ന് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉമ്മക്കുട്ടി എല്ലാം റെഡിയാക്കി അരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പച്ചക്കറിക്കുള്ളത് അരച്ചു വെച്ചു, അവിയലിനുള്ളത് അരച്ചു വെച്ചു. ഇനി ഇവര് ഇത് ഒന്ന് വെട്ടിയാൽ മതി, ഉപ്പുമാവും കൂടെ ഉണ്ടാക്കിയിട്ട്. തട്ടിത്തട്ട് പഴമുണ്ട്. ഉണ്ടാ ഒട്ടും എൻ്റെ കുഞ്ഞാപ്പി കഴിഞ്ഞതാണ്. എൻ്റെ പൊന്നിന് പഴം വേണോടി? എൻ്റെ പൊന്നിന് പഴം വേണോ? വേണം. പപ്പ ഇച്ചിരി പഴം എൻ്റെ കുഞ്ഞിന് കൊടുത്തേരെ. അത്രയും കൊടുക്കണ്ട കുഞ്ഞി, അത്രയും തിന്നത്തില്ല കുഞ്ഞി. നമ്മുടെ കായൽ മീൻ അങ്ങ് വെട്ടി തന്നാൽ എളുപ്പം ഇച്ചിരി പച്ചക്കറിയും വെച്ച് നമ്മുടെ മുളക് കിട്ടുമ്പോൾ ഇത് രണ്ടിനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പൊരിക്കാം. നാളെ വേണേൽ മപ്പാസ് വെക്കാം. കുറച്ച് കരിമീൻ മപ്പാസേ. ഇഷ്ടംപോലെ തേങ്ങാപ്പാലുണ്ടല്ലോ, തേങ്ങയും അണ്ടിപ്പരിപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് ഇന്ന് പൊരിച്ചിട്ട് ബാക്കി നാളെ മപ്പാസും കൂടെ വയ്ക്കാം അല്ലേ. ഓഹോ അതാണ് നമ്മുടെ മീനുകൾ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉമ്മമോള്. അല്ലാ നമ്മുടെ കരിമീൻ ചെത്തൽ നടക്കത്തില്ല, ഒരുപാട് ജോലി കിടക്കുകയല്ലേ. അപ്പം ഞാൻ പെട്ടെന്ന് കുറച്ച് പുളി എടുത്തൊന്ന് പിഴിയുവാണേ. ഉമ്മക്കുട്ടി അത് ചെത്തണ്ട, വെറുതെ ഇങ്ങനെ തൊലി ചെത്തി എടുത്താൽ മതി. പിന്നെ എന്താ ചെതുമ്പൽ കളഞ്ഞെടുത്താൽ മതി എന്ന് പറഞ്ഞതാ. ചെതുമ്പൽ കളഞ്ഞിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇത് വെട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് പുളി, നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ, അത് പിഴിഞ്ഞ്. സാധാരണ ഇളം ചൂടുവെള്ളം ഒഴിക്കണം. നമുക്കിപ്പോൾ ഇവിടെ നല്ല സുന്ദരം കല്ലുവെള്ളമുണ്ട്. കണ്ടോ, ആടിന് കൊടുക്കാനെടുത്ത് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ അതാ ഞാൻ ഇച്ചിരി ഇളം ചൂട് കഞ്ഞിവെള്ളം അങ്ങോട്ട് ഒഴിക്കുക കേട്ടോ. അപ്പോൾ അതിരുന്നൊന്ന് റെഡി ആവട്ടെ, എൻ്റെ കൈ കൊള്ളാതെ. ഇത് നമുക്ക് ഇത് പിഴിഞ്ഞെടുത്തിട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കരിമീനെ ബ്യൂട്ടി പാർലറിൽ കയറ്റി വൃത്തിയാക്കി എടുക്കാൻ പോവുക. എന്താ കരിമങ്ങല്യവും പാടും ഒക്കെ കളഞ്ഞ് നമ്മളിപ്പോൾ സുന്ദരി കുട്ടിയാക്കി എടുക്കും. നമ്മുടെ ചെത്തിന്ന് വരുവാന്ന് ഒരുപാട് താമസിക്കും, മനസ്സിലായോ. അപ്പോൾ അതുകൊണ്ട് കാരണം ചെമ്മീനും പിന്നെ ഇത് കരിമീനും കായലുമീനും എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ ഞങ്ങൾക്ക് പാടല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇങ്ങനെ നിർത്തിയാലോ മോനെ. വന്ന് നിൽക്കുന്ന കണ്ടോ സിയപ്പന്നെ. ഹായ്, കുളിച്ച സുന്ദരി കുട്ടിയായല്ലോ എൻ്റെ കുഞ്ഞ്, എൻ്റെ സാനുക്കുട്ടോ, സനൂപ്പോ, നമ്മുടെ സനൂപ്പോ. അയ്യോ, നിങ്ങളില്ലാഞ്ഞപ്പോൾ വീട് ഉറങ്ങിയായിരുന്നടി. ഉക്കുവിനായിരുന്നു ഏറ്റവും വിഷമം. അയ്യോ ഉക്കു പറയുക വീഡിയോ ഒക്കെ കാണുമ്പോൾ സംസാരിക്കും മക്കളെ.
സനുകുട്ടൻ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഉമ്മയുടെ സബ്സ്ക്രൈബറിനോട് ഒരു വലിയ ഹായ് പറഞ്ഞേ. സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാരും നിങ്ങളൊക്കെ തിരക്കിയിട്ടുണ്ട്. എല്ലാരും കാണണേന്ന് പറ. ഹായ് എന്റെ ചെല്ലക്കിളിയേ, എന്റെ ചെല്ലക്കിളി ആച്ചിപ്പന്നെ. ഷെയർ ചെയ്യണം കേട്ടോ. അല്ലായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതാണ്ട വന്നല്ലോ, താരം വന്നല്ലോ. സബ്സ്ക്രൈബ് 3 പേരോട് ഒന്നിച്ചൊന്ന് പറഞ്ഞേ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഒന്നൂടെ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. കീട് 3 പേരും ഒന്ന് ചേർന്ന് നിന്നേ. ആ ഭിത്തിക്കോട്ട് ചേർന്ന് നിന്നേ. അടിപൊളി ഒരു ഫോട്ടോയും കൂടെ ഉമ്മയൊന്ന് എടുക്കട്ടെ. ചിരിച്ച് നിന്നേ. നാലാമനും കൂടെ അവിടോട്ട് അച്ഛന്റെ മുമ്പിൽ നിന്ന്. യെസ് ചിരിക്കൂ കുട്ടികളെ. അയ്യോ ഒരു കമന്റ് വന്നു പിള്ളേരെ. ജമീല എന്ന് പറഞ്ഞിട്ട് ഒരു വെളിച്ചമെത്താത്ത വൈദ്യുതി എത്താത്ത രാജ്യത്തു നിന്നങ്ങണ്ട അവള് പറയുന്നു, പിന്നെ നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ, പിന്നെന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്, പിന്നെ എന്തോ നമ്മളങ്ങനെ സ്ത്രീകൾ ചിരിക്കാൻ പാടുണ്ടോ? അപ്പൊ അവള് പറയുന്നത് നമ്മള് സ്ത്രീകള് ചിരിക്കാൻ പാടില്ല, അത് പിന്നെ നിങ്ങള് പിന്നെ എന്തോ പ്രായമായ ഒരു സ്ത്രീയല്ലേ, നിങ്ങൾ ഇങ്ങനെ ചിരിക്കാമോ? ഇവിടെ വീട്ടിൽ അടിമയായിട്ടെങ്ങാണ്ട ഇവള് ജീവിക്കുന്നത്. ഹദീസ് പഠിച്ച് ഉമ്മ എന്തിനാ യൂട്യൂബ്? ആ ഉമ്മാളോട് പ്രത്യേകം ഞാൻ പറയാം, ചിരിക്കാൻ പാടില്ലെന്ന് എവിടാ പഠിച്ചിട്ടുള്ളതെന്നൊന്ന് പറയണേ. ഉമ്മ കാലം മാറി, കഥ മാറി, കാലാവസ്ഥ എന്നും പറഞ്ഞ ആഹ്റവും ദുനിയാവും ഉണ്ടെന്ന് നമുക്കറിയാം. ദുനിയാവിലെ ജീവിതം മാത്രമല്ല ആഹ്റത്തിലതും അറിയാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, നമ്മുടെ ചിരിയും തുമ്മലും മുമ്പും പുറകും എല്ലാം പൊത്തിപ്പിടിച്ചൊന്നും ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായി? ചിരി വന്നാൽ ചിരിക്കുക, കരച്ചിൽ വന്നാൽ കരയുക. ഞാൻ അങ്ങനെയാണ്, സന്ദർഭം നോക്കുക. അപ്പൊ അതുകൊണ്ട് ജമീല മോളെ നിന്റെ പല ജമീല ഒരാൾക്ക് നൽകുന്ന പുഞ്ചിരിയാണ് ഏറ്റവും വലിയ പുണ്യം. ഇതിപ്പോ ഞാൻ ചിരിക്കുന്നു പിന്നെ വീർപ്പിച്ച് കെട്ടി മാസത്തിൽ പിടിച്ചാൽ പുള്ളിക്കാരത്തിയുടെ മനസ്സപ്പ എത്രമാത്രം നിഗൂഢത നിറഞ്ഞ, അല്ലെങ്കിൽ കരഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരാളുടെ ചിരി അത്രമാത്രം അലോസരപ്പെടുത്തുന്ന ഒരു വ്യക്തിയാകുമ്പോൾ പ്രായമായവര് ചിരിക്കരുതെന്നോ? ഞാൻ 50കളിലേക്ക് കിടന്നെങ്കിൽ ഇന്ന് 15 വയസ്സുള്ളവരെക്കാളും നല്ല ഉഷാറായിട്ട് മാനസികവും ശാരീരികമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഓടി നടക്കുക. ഇവളെ എവിടെ നിന്ന് വരുമോ? ഹലോ ജമീല ഉമ്മ, ഞങ്ങളുടെ ഉമ്മയുടെ ചിരിയാണ് ഞങ്ങളുടെ വീടിന്റെ നെടുന്തൂണ്. ഞങ്ങളുടെ ഉമ്മയുടെ ചിരിയും ഞങ്ങളുടെ ഉമ്മയുടെ ഞങ്ങളുടെ ഉമ്മയ്ക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല. അയ്യോ അത് കൊള്ളാം. അതുകൊണ്ട് ജമീല അമ്മയുടെ സർട്ടിഫിക്കറ്റ് ഉമ്മ വീട്ടിൽ പോയി ദിക്റും ചൊല്ലി ഫോണ് പോലും ഉമ്മ തുറക്കല്ലേ, അതിന്റെ കൂലി അള്ളാ കൊടുത്തോളും. ജമീല അമ്മ ആരുടെയും വക്കീല. എനിക്ക് ചിരിക്കാൻ പാടില്ല, എനിക്ക് മാർക്കിടാൻ വന്നിരിക്കുന്ന അവള്. എന്റെ സുന്ദരി, ഉമ്മച്ചിയുടെ സുന്ദരി, ഉമ്മയുടെ സുന്ദരിയാണ് ഇത്. ഉമ്മയുടെ ശാല, എന്റെ സിയാ പൊന്ന്. ഇട്ടാപ്പൊട്ടി പൊട്ടിക്ക് വേണോ? കൈ ദേഹത്തൊന്നും മേടരുത് കേട്ടോ. ശാലമ്മ ചിക്കൻ കറിയൊക്കെ ഇട്ട് വിലസും അവളുമാര് രണ്ടും. നമ്മുടെ എന്താ പറയുന്നത്, മാമ്പഴം വേവിച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചില്ലേ, അവനെ ഞാൻ ഇനി എടുത്തത്. ആദ്യം ഞാൻ 3 എണ്ണം എടുത്താൽ മതിയെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് വിരുന്നുകാരും കൂടെ ഉണ്ടേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കിയും കൂടി ഇനി എടുത്തത്. ഇത് ഐസ് പോയിട്ടില്ല, പക്ഷേ ഇപ്പോൾ ചൂടാകുമ്പോൾ അങ്ങ് ഇപ്പോൾ ഇതിപ്പോൾ 6 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ നമ്മൾ ഈ പ്രാവശ്യം എൻ്റെ മക്കൾ വന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി കൊടുത്തു. ഇതും മാമ്പഴ പുളിശ്ശേരിക്കാണ്. നാട്ടുമാങ്ങ ഉരിച്ച് വെറുതെ ഇങ്ങനെ ഫ്രീസ് ചെയ്തും വെച്ചു. ഇത് ഞാൻ വേവിച്ച് വെള്ളം വറ്റിച്ച് മുളകും ഉപ്പും ഒക്കെ ഇട്ട് വേവിച്ച് വെള്ളം വറ്റിച്ചിട്ട് ഫോയിൽ പേപ്പറിലും സിപ്ലോക്ക് ബാഗിലും ഒക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ സീസൺ സമയത്ത് നിങ്ങളും ഇങ്ങനെ ചെയ്യണേ. നമ്മളിപ്പം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണേ. നമ്മൾ നന്നായിട്ട് പഴുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ ഈ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കണം. മിനിയാന്നിവിടെ ഞാനിങ്ങനെ മുളകൊന്നും ഇട്ട് വേവിക്കാത്തത് കുറച്ചെടുത്തിട്ട് മാമ്പഴപ്പുളിശ്ശേരി വെച്ചിട്ട് അടി കൂടി ഇത് കഴിക്കുമായിരുന്നു. ഉമ്മ പറയുന്നു മോന് കുറച്ച് അവന് കൊടുത്തു വിട്ടു. അവനും പറയുന്നു ഇപ്പം എവിടെ നിന്ന് കിട്ടി അമ്മേ മാങ്ങ? ഞാൻ പറയും ഇത്താട ഫ്രീസറിലുണ്ട്, ഒഴിയത്തില്ല. സത്യമാണ്. നമ്മൾ ഈ ഉള്ള സമയത്തുണ്ടല്ലോ, ഇതൊക്കെ ഞാൻ പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. 1 വർഷം വരെ വെച്ചിരിക്കുന്ന പച്ചച്ചക്ക ഹാഫ് ബോയിൽ ചെയ്തിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് സൗദിക്ക് കൊണ്ടുപോയി 1 മാസം അവിടെ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് ഞങ്ങൾ ദമാമിൽ ചെന്നിട്ട് രഹിനാട വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടെ കൂടി
കുഴച്ച് കഴിച്ചു കേട്ടോ. അപ്പം അങ്ങനെ പഴുത്ത ചക്കയും പച്ചച്ചക്കയും പഴുത്ത മാങ്ങയും പച്ചമാങ്ങയും എല്ലാം നമുക്ക് ഏതെല്ലാം തരത്തിൽ സൂക്ഷിച്ച് വെക്കാമെന്ന് അറിയാമോ? അപ്പോൾ എല്ലാവരും ചോദിക്കും ഫ്രീസർ, എൻ്റെ ഈ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇതൊന്നും കേടാകുന്നില്ല. സത്യം പറഞ്ഞ കേടായിട്ട് വേറെ മേടിക്കാനാ കുറേ. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ കേടാകാതെ എടുത്ത് മാറ്റിയിട്ട് കാണിക്കുന്ന അള്ളായമറുതി അഹങ്കാരമാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് വേണ്ട, ആ ഉള്ള സ്ഥലത്ത് ഞാൻ അടുക്കി പെറുക്കിയാണ് വെക്കുന്നത്. നമ്മുടെ കരിമീനെല്ലാം ഉമ്മയുടെ ഞാൻ പറഞ്ഞ് എന്തായാലും പിന്നെ ചെത്തി എടുക്കണ്ടെന്ന് പറഞ്ഞു. കാരണം നമുക്ക് വേണ്ട വേറൊരു പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിലോട്ട് തട്ടുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇത്രയും കരിമീനെ നമ്മൾ ബ്യൂട്ടി പാർലറിൽ കയറ്റി വെളുപ്പിച്ച് സുന്ദരിയാക്കാൻ പോകട്ടെ. അയ്യോ ചിരിക്കരുതെന്നാ ചിലരുടെ നിർദ്ദേശം. ഞാൻ ചിരിക്കും, ഉള്ള കാര്യം പറയാലോ. എനിക്ക് സന്തോഷം വന്നാൽ ഞാൻ ചിരിക്കും. ഓ എന്തോ പൊന്നെ, എന്താടി മക്കളെ. അപ്പം കണ്ട, നമ്മളിപ്പോൾ ഇനി ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് കണ്ടോളൂ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടെന്ന്. ഈ പുളിവെള്ളം ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിക്കാൻ പോവുക. പുളിവെള്ളം ഒഴിച്ച് ഒന്ന് പെരട്ടിയിട്ട്, അതായത് വാളംപുളി ഉണ്ടല്ലോ നമ്മുടെ പിഴുപുളി, ഇതേണ്ടതേ ഇത് കണ്ടോ പിഴിഞ്ഞെടുക്കുന്ന ഈ പുളി ഉണ്ടല്ലോ, ഈ പുളി ഇച്ചിരി വേണം. ഉമ്മക്കുട്ട ഇതിങ്ങോട്ട് ഒഴിക്കുവാടാ. എങ്കിലേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അതൊന്നുമില്ല, അതിൻ്റെ ബാക്കിയും കൂടെ അങ്ങ് പിഴിഞ്ഞേച്ച് ഇതിൻ്റെ പുറത്തോട്ട് നീ അങ്ങ് ഒഴി. ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങോട്ട് ഒഴിച്ചു. നമ്മൾ ആ പുളി വെള്ളം അതിൻ്റെ അകത്തേക്ക് ചാറ് ഒഴിക്കാതെ ഇനി നിൽക്കി വരട്ടെ. നമ്മുടെ ആ വെള്ളം ഇഞ്ഞെടുക്കടാ. അതിലെ വെള്ളം നമ്മുടെ അത് കലത്തിൽ വിരിപ്പില്ലയോ? അവനെ ഇനി തട്ടിക്കൊണ്ട് കുറച്ച് ചൂടേ ഉള്ളോ? ഇതിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് പച്ചവെള്ളം കൂടെ മിക്സ് ചെയ്യാം. അത് പച്ചവെള്ളം കൂടെ കുറച്ചെടുക്ക്. നമ്മുടെ കൈച്ചൂടെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തീരെ ഇതല്ല, എങ്കിലും മീൻ വെന്ത് പോകരുത്. ആ ഒരു ചൂട് നമ്മൾ തൊട്ടാൽ നമ്മുടെ കൈക്ക് ചൂട് അനുഭവപ്പെടണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഒന്നും പറയാം വെട്ടി തിളപ്പിച്ചൊന്നും മീനിൻ്റെ അകത്ത് ഒഴിച്ച് ഇതാക്കരുത്. നമ്മുടെ പുളിവെള്ളത്തിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴും ഞാൻ ഇന്നലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഒഴിച്ചു വേണ്ട, നമ്മുടെ കൈ പൊള്ളാത്ത നിലയ്ക്കുള്ള ചൂടുണ്ടല്ലോ, ആ ചൂട് വെള്ളം. മതിയടാ. നമ്മുടെ മീനൊന്ന് മുങ്ങിക്കിടക്കണം. ഇച്ചിരി കൂടെ ഒഴിച്ചേരാം. മതി അടിപൊളി. ഒരു 2 മിനിറ്റ് അതിൽ കിടന്നോട്ടെ. അല്ലേ 5 മിനിറ്റൊക്കെ ആയാൽ ഒത്തിരി ചൂടുവെള്ളമാണെങ്കിൽ പിന്നെ നമുക്ക് വെന്ത് പോകും മീൻ. അതുകൊണ്ടാണ് നമ്മുടെ കൈച്ചൂട് മതി, കൈച്ചൂട്. കാണിച്ചു തരാം കേട്ടോ. വെറും 2 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. നമ്മുടെ ഉമയമ്മ അതേ വെളുപ്പിക്കുന്ന കണ്ടോ ഒന്ന് തൊട്ടാൽ മതി. ഇതേണ്ടടാ ഈ ഭാഗത്ത് ഇതേണ്ടതേ കണ്ടോ, പിച്ചാത്തി കൊണ്ടൊന്ന് തിരിച്ചു വെച്ചേ. കണ്ടോ മക്കളെ, കല്ലിലിട്ട് തേക്കുന്ന അത്രയും സമയത്തിന് പെട്ടെന്ന് നമുക്ക് വെളുത്ത് കിട്ടും. വലുത് വെച്ചിട്ട് ചെറുതരണം ഇവിടെ വെക്കണം. അത് എന്നാലും നമ്മൾ കല്ല് ചെത്തി എടുക്കുന്നതിനേക്കാളും വെളുക്ക്. അത്രയും കഷ്ടപ്പാടില്ല. കല്ലിലിട്ട് തേച്ച് കൈത്തോള് കളഞ്ഞില്ലയോ. നല്ലതുപോലെ ഒന്ന് ബലത്തെ പിടിച്ച് പിച്ചാത്തി ഒന്ന് ബലത്തെ ഒന്ന് പിടിച്ചു കൊടുത്താലുണ്ടല്ലോ, ഒന്ന് തിരിച്ചങ്ങോട്ടും കൂടെ ആക്കി. കണ്ട മമ്മക്ക് അതിൻ്റെ അകത്തുണ്ടല്ലോ. മമ്മ ഇനി എപ്പോൾ എല്ലാവരും കൂടെ അതിൻ്റെ അകത്തോട്ട് കയറണ്ട. തിരിച്ചു പിടിച്ച് കണ്ടോ. പുളിവെള്ളം ഒഴിച്ച് ഒന്ന് പെരട്ടി അങ്ങോട്ട് മാറ്റി വെച്ചേച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാലും നല്ലതാണ്. പക്ഷേ നമ്മൾ അത്രയും വെക്കുന്നില്ല, നമുക്ക് സമയവും ഇല്ല. രണ്ടാമത് മീനിൻ്റെ ആ ഗുണമെല്ലാം പോകത്തില്ല. നമ്മൾ ഇളം ചൂട് നമ്മുടെ കൈച്ചൂടേ ആകാവുള്ളൂ കേട്ടോ. കണ്ടോ നമ്മുടെ ബ്യൂട്ടി പാർലറിൽ കയറാം. അയാൾ പൊക്കോടാ, ഉമ്മ പൊക്കോടാ. നമ്മുടെ മീനെല്ലാം ഇപ്പം വെളുത്ത് സുന്ദരന്മാരായിട്ട് വരും കേട്ടോ. എടുത്തു, ഏതാന്ന് വെച്ചാൽ എടുത്തോണ്ട് പോക്കൂ. എനിക്കിത് മതി. ഇതെടുത്തു.
ആരും വന്നതിനോട് പറഞ്ഞില്ല കേട്ടോ. ഏതൊന്ന് മിക്സ് ചെയ്ത് തരടാ അതിലോട്ട്. കണ്ടോ ഇതെല്ലാം പോകും. നമ്മളിങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി. ദേ കണ്ട ഉപ്പിട്ട് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഇടണം. നമ്മൾ തേക്കാൻ പോവുകയാണെങ്കിൽ എത്ര സമയം വേണം അല്ലെ? ചെത്താനായാലും ഒത്തിരി സമയം നമുക്ക് വേണ്ട. ആ സമയത്ത് ദേ ഇത് എളുപ്പമാണേ. ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുരണ്ടി കൊടുത്താൽ മാത്രം എളുപ്പമല്ലേ ശാലു? ഇതൊരു ട്രിക്കാണ്, പഠിച്ചോണം കേട്ടോ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊക്കെ പിന്നെ വെട്ടിക്കൊണ്ട് തരും. എന്നാലും അഥവാ ഇനിയിപ്പോൾ വെട്ടാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് കാര്യം സാധിക്കാം കേട്ടോ. വേണ്ടതേ ദേ നോക്കിക്കോ. എൻ്റെ അമ്മോ, കരിമങ്ങല്ലിയൊക്കെ പോയിട്ട് സുന്ദരിക്കുട്ടിയായത് കണ്ട് ബ്യൂട്ടി പാർലറിൽ പോയത്. ഡിസ്ക്ലൈമർ ഉണ്ട്, ഇതാരും മീനിലല്ലാതെ പരീക്ഷിച്ചേക്കത്. ചൂടുവെള്ളം ഒഴിക്കുക. ചൂടുവെള്ളമല്ലേ, ഇളം ചൂട്. നമ്മുടെ കൈ ചൂടേകാവൂ. വെട്ടിത്തിളപ്പിച്ചൊന്നും ഒഴിച്ചേക്കരുത്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. ഇനി അഥവാ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. കണ്ട വെളുത്ത് ഇനി ഒന്നും ചെയ്യേണ്ടത്. ഒരു 3-4 കഴുകി അങ്ങോട്ട് പെരട്ടി പൊരിച്ചിങ്ങോട്ട് എടുക്കുക. മതി വെച്ചോ. നമ്മുടെ ഉമ്മക്കുട്ടി ഇതേ മസാല പെരട്ടി ഇങ്ങോട്ട് വെക്കുക. തീർന്നിട്ടില്ല, ഞങ്ങൾ കുറേശ്ശെ എടുത്ത് പെരട്ടുക. അപ്പോൾ പെരട്ടിയത് അങ്ങ് പൊരിച്ചെടുക്കുക. അല്ല ഇച്ചിരി ഉപ്പൊക്കെ കൂടുതലിട്ട്, കാരണം സമയമില്ല. സമയം ഒത്തിരിയായി. ഇതെല്ലാം റെഡിയാക്കി വരണ്ടേ? ഞങ്ങൾ 2 പേര് കിടന്ന് തുഴയുമല്ലേ, തുഴച്ചില് ഇല്ലയോ വേ? അപ്പോൾ ദാ ഇനി ബാക്കി കിടക്കുകയാണ് ഇവിടെ. ഇത് ഇത്രയും ഇനി വൃത്തിയാക്കാൻ കിടക്കുക. കണ്ടോ, ഇത് ശരിയാക്കുമ്പോഴത്തേക്ക് ബാക്കി അത്രയും ഞാൻ വൃത്തിയാക്കി വെളുപ്പിച്ച് പളങ്ക് പോലെ വെളുപ്പിച്ച് കഴുകി മസാലയൊക്കെ റെഡിയാക്കി അങ്ങോട്ട് കൊടുത്ത്. കണ്ടോ. അപ്പോൾ ഇത് പൊരിച്ചെടുക്കുമ്പോഴത്തേക്ക് ഞാൻ ബാക്കി ഇതെല്ലാം ഇനി വെള്ളി വിളയാക്കാനുള്ളതാണ്. ബ്യൂട്ടി പാർലറിൽ കയറ്റാൻ പോവുക ഇവരെയൊക്കെ. വേണ്ടത് അവിടെ വിരൽ കൊണ്ട് പോലും ഇങ്ങനെ ഒന്നാക്കിയാൽ പോകും. കണ്ടോ, ഒരു കത്തി പോലും വേണ്ട. കണ്ടോ, ഇളം ചൂടുവെള്ളം, പുളിവെള്ളം, സൂപ്പർ സ്റ്റാറാണേ. അപ്പോൾ ഇനി ഇതെല്ലാം ഞാനൊന്ന് വൃത്തിയാക്കട്ടെ. നമ്മുടെ ഉമ്മക്കുട്ടി വേണ്ട അതൊന്ന് പൊരിച്ചെടുക്കട്ടെ. ഉമ്മമ്മോട് വലിയ ഫ്രൈ പാനൊക്കെ വെച്ചിട്ട് തട്ടാൻ പോവുക. ഇവന് ഇച്ചിരി കരിയാപ്പല ഇടണേ ആദ്യം. കരിയാപ്പലയോ? വലിയ ഫോൺ. നമ്മുടെ ഉമ്മമ്മോട് വേണ്ട കരിമീൻ അങ്ങോട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുട്ടികളെ ഇട്ട് കൊടുക്കുകയാണ്. ഒരെണ്ണം കൂടി ഇടാൻ സ്ഥലമില്ല അല്ലേ? ഓക്കെ. അപ്പം ഞാൻ വേണ്ട ഒരു കൊതുക് കിടന്നങ്ങ് പറക്കുന്നു. ഞാൻ വേണ്ട ഇതിലെ എല്ലാവരും വൃത്തിയാക്കി. ഓ എന്ത് വേണം? കരിമീനാണോ? തരാലോടി എൻ്റെ പൊന്നാരക്ക്. വേണ്ട മീ ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാരങ്ങ വെള്ളമോ അല്ലോ ഇവിടെ ആവശ്യമില്ലാതെ ആർക്കാണ്ടൊക്കെയോ എടുത്ത് കൊടുക്കുമായിരുന്നു. ഇതെല്ലാം മീ വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ കരിമീനെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും കൂടെ മസാല കുറച്ച് പുരട്ടുന്നു. ബാക്കി നമുക്ക് മപ്പാസ് ഉണ്ടാക്കാൻ വേണം. ഇത് നമ്മൾ പൊരിക്കാനായിട്ടെല്ലാം എന്താ മീൻ കറിക്ക് താളിച്ചൊഴിക്കുവാണേ. പിന്നെ കായൽ മീനെല്ലാം കൂടെ പച്ചക്കറി വെച്ച് കുറച്ച് മുളക് ഇടിച്ചിട്ടും വെച്ചു. യെസ്, ഇളക്കല്ലേ. കണ്ട മോനെ പപ്പടം മേടിച്ചായിരുന്നോ? ആ ഉണ്ടോ? ആ ഉണ്ടെന്ന്. ഇത് ഇത്രയും നമ്മൾ മപ്പാസിനെ അങ്ങ് മാറ്റി. നാളെ മപ്പാസ് വെക്കണം. മപ്പാസും വെച്ച് കുറച്ച് പൊരിക്കുകയും ചെയ്യാം നാളത്തേക്ക്. അമ്പച്ചി ഇത് ഇത്രയും പൊരിക്കാൻ ഇതും കൂടെ വരഞ്ഞ് വെച്ച്, അല്ലെങ്കിൽ ഞാൻ രാത്രി വീണ്ടും പണിയാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്ത്. നമ്മുടെ മീൻ കറി താളിച്ചെല്ലാം ഒഴിച്ചു. മാമ്പഴ പുളിശ്ശേരി എല്ലാം നമ്മുടെ കരിമീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാമ്പഴ പുളിശ്ശേരി വേണ്ട. കണ്ടോ, വേവിച്ച് വെച്ചിരുന്ന മാമ്പഴം കൊണ്ടുണ്ടാക്കിയ പുളിശ്ശേരി, അടിപൊളി പുളിശ്ശേരി റെഡി. പിന്നെ നമ്മുടെ ഇതിവിടെ മസാല പരട്ടടാ. അത് തിരിച്ചിട്ടിട്ട് കറക്റ്റ് ആയെങ്കിൽ ഞാൻ വേറെ വലിയ താല തരാം. താമ്പാളം വലിയൊരു താമ്പാളത്തിലോട്ട് വയ്ക്കാം.
ആയോ റെഡി ആയോ? ഇല്ലല്ലോ. വേണ്ട, ആ വയറിൻ്റെ ഭാഗം വെച്ചിട്ട് കൂടെ അതൊന്ന് ചരിച്ച് വെച്ച് കൊടുക്കും. അപ്പം മൂത്തോട്ടെ. 2 തവി എടുത്തിട്ട് ഇതാക്കിയാലേ വേണ്ട. നമ്മുടെ ഉമയമ്മയോടാ കളി. കൊള്ളാം. കണ്ടോ? അയ്യോ, മിനിഞ്ഞാന്ന് രാത്രി സുലുക്കുട്ടം പിടിച്ചോണ്ട് വന്നല്ലോ പിള്ളേർക്ക്. ഞാൻ ഇന്നലെ അത് വറക്കാൻ ഉമയാന്നല്ലേ വറുത്ത് വെച്ചിട്ട് പോയത്. എന്തൊരു ടേസ്റ്റുമായിരുന്നു. ഇപ്പോൾ കരിമീനൊക്കെ നല്ല നെയ്യുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രുചിയാണ്. ഇഷ്ടം പോലെ കൂട്ടട്ടെ പിള്ളേർ. എനിക്ക് കൊടുത്തു വിടാൻ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴല്ലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരിഷ്ടം പോലെ കൂട്ടട്ടെ. മസാല ഇച്ചിരി കൂടെ അതിൻ്റെ പുറത്തൊക്കെ പുരട്ട്, ഇതിലും പുരട്ടി വെച്ചു. അപ്പോൾ ഇത് ഞാനെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ്. കാരണം നാളെ നമുക്ക് മപ്പാസ് ഉണ്ടാക്കണം, കുറച്ച് പൊരിക്കണം. ഓക്കെ, നമ്മളിതാ വറുത്ത് കഴിഞ്ഞ് കോരി എടുത്തിട്ടുണ്ട്. അടുത്തത് വേണ്ട ഇടുന്നുണ്ട്. 4 കിട്ടൂല്ലേ. ബാക്കി വേണ്ട പൊരിക്കാൻ ഇങ്ങനെ പുരട്ടി ഇട്ട് വെച്ചിട്ടുണ്ട്. പൊരിക്കാനുള്ളതായിരിക്കുന്നു, പൊരിച്ചുകൊണ്ടിരിക്കുന്നു. പൊരിച്ചത് ഇതാ കോരി വെച്ചിരിക്കുന്നു. ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ളത് ഇതാ തയ്യാറായിരിക്കുന്നു. കഴുത്തൊടിഞ്ഞ പോലെ കിടക്കുന്നു. നാളെ ഞങ്ങളിത് തന്നെ ഇവനെ വേറൊരു രൂപത്തിലാക്കും. നമ്മൾ പൊരിച്ചതൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മോൻ ഇടയ്ക്ക് വന്നൊന്ന് പിച്ചി പറിച്ചതാണ് കേട്ടോ. അവന് ഇഷ്ടമാണത്. തീ കുറച്ച് വെച്ചിരുന്നല്ലോടാ. അത് എന്തേനെ ഇടാനുണ്ടോ ഇനി ഇതില് പിന്നെന്താ? അത് ശരി, ഓക്കെ. അപ്പോൾ അതാ നമ്മൾ നമ്മുടെ കായലുമീൻ കറി വെച്ചതാണേ. അത് നമ്മളിത് പാത്രത്തിലേക്ക് അങ്ങോട്ട് കോരുകയാണേ. എല്ലാം കൂടിയിട്ട് ഞാനങ്ങ് കറി വെച്ചു. കാരണം പല സെക്ഷനാക്കിയില്ല. നമ്മുടെ മണൽപൂന്തി സഹിതം കറി വെച്ചു. ഇപ്പം കൊടുക്കാം. ഉമ്മി എടുത്തോണ്ടിരിക്കുക. ഇപ്പം തരാം. എത്ര സമയമായി എൻ്റെ കുഞ്ഞൻ്റെ അകത്ത് ഓടി നടക്കുന്ന. ഇച്ചിരി പാലം ആരെങ്കിലും കലക്കി കൊടുക്കും. അല്ല മോനെ, ആരെങ്കിലും ഒരു ഇച്ചിരി പാലം കൊടുത്താ. തീ കുറച്ചിടടാ. എന്താ മാങ്ങയൊക്കെ ഇട്ടാ ഞങ്ങൾ കറി വെച്ചത് കേട്ടോ. അവര് ഇരുത്തു മോനെ എന്നാ. കായലുമീൻ എന്താ മുളക് തേങ്ങ അരച്ച് വെച്ചതാണേ. മാമ്പഴം ഇല്ലാത്ത സമയത്ത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി കണ്ട. ഇപ്പൊ സുനിയൊക്കെ ഇന്നലെ വന്നായിരുന്നു. സുനിയും ചിന്നും ഒക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ നിന്നെ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. നിന്നെ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോക്കകത്ത് അധികം കിട്ടാത്ത. അപ്പൊ നിന്നെ ഞാൻ വെറുതെ വിടാൻ മാട്ടേ. ഇതാണ് ഞങ്ങളുടെ സുബിമോളുടെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മുത്തുമണി. ഞങ്ങളുടെ മുത്തുമണിയാ ഇത്. പെടലിക്ക് അടി കൊടുക്കണ്ടായോ? മൂത്ത ചേട്ടത്തിയാ. ചുമ്മാ വിളിച്ച് ഞാൻ മിക്ക വീഡിയോയിലും പറയാറില്ലേ, വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്നും സഹോദരങ്ങളിൽ ആരെങ്കിലുമൊക്കെ വരും. അങ്ങനെയാണ്. ഒന്നുകിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും, അതല്ലെങ്കിൽ അവരിലാരെങ്കിലും ഒക്കെ ഇങ്ങോട്ട് വരും. ഉമ്മ കുടുംബത്തിൽ താമസിക്കുന്ന സമയത്തും ഉമ്മയും വാപ്പയും ഉള്ള സമയത്തും ഞങ്ങളെല്ലാവരും പാതിരാത്രി വരെ ഒന്നിച്ചു കൂടാതെ ഒറ്റ ദിവസം പോലും പിരിഞ്ഞിട്ടില്ല. പിന്നല്ലാതെ ഇനി പണയത്തേക്ക് കഴിഞ്ഞാൽ ഞങ്ങളൊരു പൊട്ടാ ബന്ധമാണ്. വിളിക്കും പൊട്ടാന്ന്, ഞാൻ വിളിക്കും
പണ്ടേ കുഞ്ഞാലി ആടുമ്പോ പറയവേ കുഞ്ഞുമ എനിക്ക് ഇങ്ങനെ കറങ്ങണമെന്ന് പറയും. ഒരു ദിവസം ഞാൻ കറക്കി കൊടുത്തപ്പോഴേ മൊത്തം ഒന്ന് കറങ്ങിപ്പെട്ട് എന്നെ കുരുക്കടിക്കും കുരുക്കൊരു ആ വൈകാല പേരമരത്തെ കയറി രണ്ട് പല്ലും പോയിട്ട് കയ്യില്ലാത്ത നൈറ്റി ഇട്ട് ഇവൾ അതിന്റെ മണ്ടക്ക് കയറി പാവം നിന്നെ പിടിച്ചിറക്കി. ഞാനെടുത്ത് എവിടെയോ വെച്ചോണ്ട് വേണം. അതുപോലെ എനിക്ക് ഓർമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങള് സിനിമയ്ക്ക് എന്നെ കൊണ്ടുപോയി. കൊച്ചാക്കൻ നിങ്ങളോട് ഞാൻ ആദ്യമായിട്ട് പോയി കാണും. പട്ടാളം സിനിമ കാണാൻ ടൂ വീലറില് കൊച്ചാളെ സ്പ്ലെൻഡറില്ലേ അതിന്റെ ഫ്രണ്ടിൽ വെച്ചോണ്ട് മോനെ അതുപോലെ നമ്മളിൽ അവിടെ പോയി ഇപ്പൊ പുറകിൽ പോലും ഇരിക്കാൻ കൊള്ളത്തില്ല. അപ്പൊ ഞാൻ തിരിച്ചു വരും. ഇപ്പൊ സ്പ്ലെൻഡറിന്റെ കാലം കഴിഞ്ഞില്ലേ, ഇപ്പൊ എല്ലാരും കാറിനകത്തല്ലേ പോകുന്നുള്ളൂ. വെച്ചോണ്ട് അച്ചുക്കുട്ടൻ കരയുമ്പോഴത്തേക്ക് ഊന്നിയൊക്കെ മുത്തവന്റെ ഊന്ന് പറയുമ്പോഴത്തേക്ക് ജീവന്റെ ഉയിരിന്റെ ഉയിരായിരുന്നു അതെപ്പോഴും അങ്ങനെ. അവനും അതെ, ശാലൂത്തി റുക്കൂത്തി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ. എന്ത് സാധനം മേടിച്ചാലും അച്ചുക്കുട്ടനെ താഴെ വെക്കത്തില്ലായിരുന്നു. അവിടെ ഉയിരിന് നിങ്ങളോട് ഭയങ്കര സൗദി വന്ന് നിങ്ങളെന്ന് വെച്ചാൽ ഒരു പ്രത്യേകതയാണ്. എനിക്ക് എന്റെ മോനെ കാണാൻ പോലും കിട്ടുന്നില്ല. ശരി, അവൻ വന്നിട്ട് എനിക്ക് കാണാൻ കിട്ടിയില്ലായിരുന്നു. പോയാലും എല്ലാം പറയുമായിരുന്നു. എല്ലാരും കൂടെ കൂടിയതാ. കാണുന്നില്ലല്ലോ നീ എവിടെ. പിന്നെ അപ്പൊ എന്നെയൊക്കെ എന്തോ പറയണം. ഞങ്ങളുടെ കുഞ്ഞിതേ അവശനായി കിടക്കുന്നു. മുടി അശോകന്റെ മുടിയൊക്കെ ഞങ്ങളങ്ങ് വിട്ടു. നീ അടുത്ത മുട്ടച്ചൻ കൊച്ചായ. അതെ, പറഞ്ഞ പോലെ കൊച്ച. അത് തന്നെയല്ലേ ഇപ്പോഴത്തെ ചൂട്. മോളിൽ കയറിയത് അത് വലിച്ചു പറിച്ചതായിരിക്കും. അല്ല ഇക്കിളിട്ട് കൊടുത്തോ? ഭയങ്കര എന്താന്നറിയോ ഭയങ്കര കാര്യം അവർക്ക് എങ്ങനെ അറിയാന്നറിയാം. ഞങ്ങള് കിടക്കും, ഞാൻ കാര്യം പിടിച്ചു കൊടുക്കും. അച്ഛനും ഞാനും അക്കും ആച്ചിക്കുടനും വെഹിക്കിളിട്ട് ഭയങ്കര കാലില് ഞങ്ങൾ നിക്കലിടും. ഞാനും അച്ഛനും അക്കമ്മയും കൂടെ കയറി നിൽക്കും. കൈ രണ്ടും പിടിച്ചു വെക്കും. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.